യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും മോർണിംഗ് ഡ്യൂവിൻ്റെ പുതിയൊരു പ്രഭാത വചന ധ്യാനത്തിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസങ്ങളിൽ നമുക്ക് വളരെ അനുഗ്രഹിക്കപ്പെട്ട ആത്മീക വചന ചിന്തയിലൂടെ കടന്നു പോകാൻ തക്കോണം ദൈവം നമ്മെ സഹായിച്ചല്ലോ. ഈ കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചത് യോഹന്നാന്റെ സുവിശേഷം 7-ാം അധ്യായം 37 മുതൽ 39 വരെയുള്ള വാക്യങ്ങളായിരുന്നു. കൂടാര പെരുന്നാളിന്റെ അവസാനം കർത്താവ് യേശുക്രിസ്തു ആ ഒടുക്കത്തെ നാളിൽ 8-ാം ദിവസം നിന്നുകൊണ്ട് അവൻ വിളിച്ചു പറഞ്ഞു, ദാഹിക്കുന്നവനെല്ലാം എൻ്റെ അടുക്കൽ വരട്ടെ, എന്നിൽ നിന്ന് കുടിക്കട്ടെ. എന്നിൽ വിശ്വസിക്കുന്നതിനുള്ളിൽ നിന്നും തിരുവെഴുത്ത് പറയുന്ന പോലെ ജീവജലത്തിന് നദികൾ ഒഴുകുമെന്നും. ഈ നദികൾ എന്നുള്ളത് ദൈവത്തിൻ്റെ ആത്മാവിനെയാണ് സൂചിപ്പിക്കുന്നതെന്നും നമുക്ക് ആ വേദഭാഗത്തു നിന്നും ചിന്തിപ്പാൻ തക്കോണം ദൈവം നമ്മെ സഹായിച്ചു. അങ്ങനെയാണെങ്കിൽ കർത്താവ് യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് ലഭിക്കുന്നതായ ദൈവത്തിൻ്റെ വലിയൊരു നന്മയാണ് ഈ ആത്മാവ് എന്നുള്ളതായ നന്മ. അത് നമ്മൾ പ്രാപിക്കുകയാണ് ചെയ്യുന്നത്. കർത്താവ് യേശുക്രിസ്തു എന്താണ് പറഞ്ഞത്? ഞാൻ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെയുണ്ട്. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളിൽ വസിക്കുന്നതിലൂടെയാണ് നമ്മൾ തിരിച്ചറിയുന്നത് അവൻ നമ്മോടുകൂടെ ഉണ്ട് എന്നുള്ളത്. പലപ്പോഴും പലരും ചിന്തിക്കുന്നത്, എനിക്ക് യേശുക്രിസ്തുവിനെ കാണാൻ കഴിയത്തില്ല, യേശുക്രിസ്തു എന്നോടുകൂടെ ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പലപ്പോഴും നമ്മൾ ഓരോരുത്തരും കർത്താവ് യേശുക്രിസ്തു നമ്മുടെ ശരീരത്തിന് പുറത്ത് ഒരു വ്യക്തി എന്ന പോലെ നമ്മുടെ കൂടെ നടക്കുന്നു, നമ്മുടെ കൂടെ സഞ്ചരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ പലപ്പോഴും ചിന്തിക്കാറുള്ളത്. പക്ഷേ ഞാൻ നിങ്ങളോട് പറയട്ടെ, കർത്താവ് യേശുക്രിസ്തു നിങ്ങളുടെ പുറത്തല്ല, മറിച്ച് കർത്താവ് യേശുക്രിസ്തു തൻ്റെ ആത്മാവിനാൽ നിങ്ങളുടെ ഉള്ളിൽ വസിക്കുന്നു എന്നുള്ള ഒരു വലിയ സത്യമാണ് ദൈവത്തിൻ്റെ വചനം നമ്മളോട് പങ്കിടുന്നത്. അതെ, നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരം എന്നും ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നെന്നും നിങ്ങൾ അറിയുന്നില്ലയോ? ദൈവത്തിൻ്റെ ആത്മാവ് ഇന്ന് നമ്മുടെ ഉള്ളിൽ ആണ് വസിക്കുന്നത്. ഒരു ദേവാലയത്തിലല്ല ദൈവത്തിൻ്റെ ആത്മാവ് വസിക്കുന്നത്, മറിച്ച് നമ്മളിൽ ഓരോരുത്തരിലുമാണ് ദൈവത്തിൻ്റെ ആത്മാവ് വസിക്കേണ്ടത്. പലപ്പോഴും നമ്മൾ ബാഹ്യമായ ഒരു തലത്തിലേക്കാണ് പോകാറുള്ളത്. അതെ, ഒരു ഫോട്ടോയുടെ മുമ്പിൽ നമ്മൾ മെഴുകുതിരി കത്തിക്കുന്നു, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പുണ്യ സ്ഥലം നമ്മൾ സന്ദർശിക്കുന്നു. ഇതൊന്നും തന്നെ ദൈവവചനത്തിൻ്റെ വ്യവസ്ഥയനുസരിച്ചുള്ള കാര്യമല്ല. വാസ്തവത്തിൽ നമ്മൾ ആരാധിക്കേണ്ടത് നമ്മളിൽ തന്നെയുള്ള ആ കർത്താവിനെയാണ് ആരാധിക്കേണ്ടത്. നമ്മളിൽ തന്നെയുള്ള ആ ആത്മാവിനെയാണ് നമ്മൾ അനുസരിച്ച് ജീവിക്കേണ്ടത്. ഇത് എത്രത്തോളം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നാലും പലർക്കും അത് മനസ്സിലാകുന്നില്ല എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ച് വളരെ നിരാശയുള്ളതായ ഒരു കാര്യം. ഇന്ന് എന്നെ കേൾക്കുന്നവരായി പ്രിയമുള്ളവരോട് ഞാൻ പറയട്ടെ, യേശുക്രിസ്തു ഒരിക്കലും നിങ്ങളുടെ ശരീരത്തിന് വെളിയിലല്ല, മറിച്ച് നിങ്ങളുടെ ഉള്ളിൽ തന്നെയാണ്. പക്ഷേ നിങ്ങളുടെ ഉള്ളിൽ എങ്ങനെയാണ് കർത്താവ് യേശുക്രിസ്തു വസിക്കുന്നത് എന്നുള്ളത് നമുക്ക് വിശുദ്ധ വേദപുസ്തകത്തിൽ കാണാൻ കഴിയുന്നുണ്ട്. അത് യോഹന്നാന്റെ സുവിശേഷത്തിന്റെ ആദ്യ ഭാഗങ്ങളിൽ നമ്മളിങ്ങനെ കാണുന്നുണ്ട്. അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. ആർക്കാണോ യേശുക്രിസ്തുവിൽ വിശ്വസിക്കാൻ സാധിക്കുന്നത്? എന്താണ് വിശ്വസിക്കേണ്ടത്? അവൻ എൻ്റെ രക്ഷകനാണ്, അവൻ എൻ്റെ ദൈവമാണ്, അവൻ എൻ്റെ കർത്താവാണ്, എന്നെ അന്ത്യത്തോളം നടത്തുവാനും അതേ ഈ ഭൂമിയിലെ എൻ്റെ ജീവിതത്തിന് ശേഷം അവനോടൊപ്പം ഞാൻ 1000 കോടി വർഷങ്ങൾ ഞാൻ ഒന്നിച്ചായിരിക്കേണ്ടവനാണെന്നും നമ്മൾ കർത്താവ് യേശുക്രിസ്തു വിശ്വസിക്കണം. അതേപോലെ തന്നെ നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി യേശുക്രിസ്തു മരിച്ചുവെന്നും അതുകൊണ്ട് അവൻ തന്നെയാണ് എൻ്റെ രക്ഷകനെന്നും നമ്മൾ ഉറപ്പായി വിശ്വസിക്കണം. അങ്ങനെ ഒരുവൻ വിശ്വസിക്കുമ്പോൾ, അതെ, ഇന്നലെ നമ്മൾ കേട്ടതുപോലെ അവൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ എന്ന് പറയുമ്പോൾ നമ്മൾ കർത്താവ് യേശുക്രിസ്തുവിന്റെ അടുക്കൽ കടന്നു വന്ന് അവനെ വിശ്വസിക്കുമ്പോൾ, അതെ, യേശുക്രിസ്തു പറഞ്ഞതുപോലെ എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്നും തിരുവെഴുത്ത് പറയുന്ന പോലെ ജീവജലത്തിന് നദികൾ ഒഴുകും. അതേ, ജീവജലത്തിന് നദി, അത് ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ആ ഒരു ഫ്ലോ ഔട്ട് നമ്മുടെ ജീവിതത്തിലുണ്ടാകും, ആ ഒരു ഒഴുക്ക് നമ്മുടെ ജീവിതത്തിലുണ്ടാകും. അത് നമ്മളിൽ വസിക്കുന്ന ദൈവത്തിൻ്റെ ആത്മാവിനെ കുറിച്ചാണ് നമുക്കവിടെ കാണാൻ കഴിയുന്നത്. ഈ ദിവസങ്ങളൊക്കെ നമ്മൾ ചിന്തിക്കുന്നത്, നമ്മെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സ്നേഹത്തിലേക്ക് നയിക്കുമ്പോൾ ഏതൊക്കെ വഴിയിലൂടെയാണ് നമ്മെ സ്നേഹത്തിലേക്ക് നടത്തുന്നത്. ഇന്നലെ നമ്മൾ കേട്ടത് തീർച്ചയായിട്ടും നമ്മുടെ ഉള്ളിൽ അവൻ വരുത്തുന്ന രൂപാന്തരമാണ്. അതേ, ആത്മാവ് നമ്മുടെ ഉള്ളിൽ വസിച്ചുകൊണ്ട് നമ്മെ നമ്മുടെ ആന്തരിക തലത്തിൽ രൂപാന്തരപ്പെടുത്തി അത് ബാഹ്യ തലങ്ങളിലേക്ക് കടന്നിയെന്ന് നമ്മളാൽ അല്ലെങ്കിൽ നമ്മളിൽ കൂടെ മറ്റുള്ളവരെ രൂപാന്തരപ്പെടുത്തുന്ന പ്രവൃത്തിയാണ് ദൈവത്തിൻ്റെ ആത്മാവ് ചെയ്യുന്നത്. ഇത് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്, ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളിൽ ഫലങ്ങളെ ഉളവാക്കുന്നു. ഫലങ്ങൾ കേവലം നമ്മളിൽ ദൈവത്തിൻ്റെ ആത്മാവ് വസിച്ച് ഒരു ഫലമില്ലാത്ത വൃക്ഷത്തെ പോലെ ആർക്കും
ഒരു ഗുണവുമില്ലാത്തതായ, ആർക്കും ഒരു പ്രയോജനമില്ലാത്തതായ ഒരു വൃക്ഷമോ ഒരു വ്യക്തിയോ പോലെ ആക്കാനല്ല ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളിലേക്ക് കടന്നു വന്നത്. ഞാൻ ഇത്തരണത്തിൽ കർത്താവ് യേശുക്രിസ്തു പറഞ്ഞതായ ഒരു ഉപമ, ഞാൻ സമയത്തിന്റെ ആ ഒരു ചുരുക്കം കൊണ്ട് ആ വാക്യത്തിലേക്ക് കടക്കാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ കഴിയുന്നതായ ഒരു ഉപമയാണ് യേശുക്രിസ്തു പറഞ്ഞത്. യേശുക്രിസ്തു പറഞ്ഞു, ഒരുവന് ഒരു മുന്തിരിത്തോട്ടം ഉണ്ടായിരുന്നു. അതിൽ അവനൊരു അത്തിവൃക്ഷം നട്ടു. അവൻ എല്ലാ കൊല്ലവും അവൻ അതിൽ അത്തിയുടെ ഫലം തിരഞ്ഞു വന്നു, പക്ഷേ കണ്ടില്ല താനും. നോക്കൂ എന്താണ് സംഭവിച്ചത്. അവൻ ഒന്നാമത്തെ വർഷം ആ തോട്ടക്കാരനോട് പറഞ്ഞു, ഇതിൽ അത്തിഫലമില്ലല്ലോ, നമുക്കിതിനെ വെട്ടിക്കളയാം. പക്ഷേ ആ തോട്ടക്കാരൻ പറഞ്ഞു, ഇല്ല യജമാനനെ, ഇപ്പൊ വെട്ടണ്ട, ഞാനതിനെ ചുറ്റും കിളച്ച് വളമൊക്കെ ഇട്ട് നോക്കട്ടെ, ഒരു പക്ഷേ അടുത്ത വർഷം അത് കായ്ച്ചേക്കും. പക്ഷേ അടുത്ത വർഷവും അത് കായ്ച്ചില്ല. വീണ്ടും ഒരു പ്രതീക്ഷ ആ തോട്ടക്കാരൻ കൊടുക്കുന്നു. നോക്കൂ, അന്നേരവും കായ്ക്കാത്തപ്പോൾ അതിനെ വെട്ടിക്കളയുകയാണ് ചെയ്യുന്നത്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളിൽ വസിച്ചുകൊണ്ട് ഇതുതന്നെയാണ് ചെയ്യുന്നത്. നമ്മളിൽ കൂടുതൽ ക്രമീകരണങ്ങൾ വരുത്തുന്നു. വ്യത്യസ്തമായ നിലയിൽ നമ്മളെ കൊണ്ടുപോയി നമ്മൾ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുന്നു, അല്ലെങ്കിൽ ഫലം കായ്ക്കുന്നു എന്നുള്ള ആ നിലയിലേക്ക് നമ്മളെ കൊണ്ടുവരാനാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എപ്പോഴും ആഗ്രഹിക്കുന്നത്. ഫലം. നോക്കൂ ദൈവമക്കളെ, എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നമ്മളിൽ നിന്നും ഫലമുണ്ടാകണം എന്നുള്ളതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ ഒരു ചെടി നട്ടെങ്കിൽ അതിൽ നിന്നും നിങ്ങൾ ഒരു ഫലം പ്രതീക്ഷിക്കുന്നില്ലേ? നമുക്കെല്ലാവർക്കും ഇഷ്ടമുള്ള ഒന്നാണ് മാങ്ങ എന്ന് പറയുന്നത്. നമ്മളൊരു മാവിൻ തയ്യ് കൊണ്ടുപോയി നട്ട്, ഒരുപക്ഷെ നമ്മൾ ആ ഒരു മാവിൻ തൈ വാങ്ങുമ്പോൾ ആ നഴ്സറിയിലെ ആളുകൾ പറഞ്ഞു കാണും 3 കൊല്ലത്തിനുള്ളിൽ ഇത് കായ്ക്കുമെന്നുള്ളത്. പക്ഷേ 3 കൊല്ലം കഴിഞ്ഞു, 4 കൊല്ലം കഴിഞ്ഞു, 5 കൊല്ലം കഴിഞ്ഞെങ്കിൽ നമ്മൾ പിന്നീട് ആ മരത്തെ അവഗണിക്കുകയേ ചെയ്യത്തുള്ളൂ. അല്ലെങ്കിൽ നമ്മളതിനെ വെട്ടിക്കളയുക എത്രയും ചെയ്യുന്നത്. അല്ലെങ്കിൽ നമ്മളതിനെ കർത്താവ് ആ അത്തിയെ ശപിച്ചതുപോലെ നമ്മളും അതിനെ ശപിക്കുന്നതായ ഒരു അനുഭവത്തിലേക്ക് കടന്നു വരാമായിരിക്കും. പക്ഷേ ഇതിനെല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ദൈവം തൻ്റെ ആ പരിശുദ്ധാത്മാവിനെ നമ്മൾ നൽകിയിരിക്കുന്നത് നമ്മളിൽ അകത്ത് രൂപാന്തരമുണ്ടാകുവാനും ആ രൂപാന്തരമുണ്ടായവരായ ആളുകൾ ഫലമുള്ളവരായി തീരണമെന്നും ദൈവം ആഗ്രഹിക്കുന്നു. എത്രത്തോളമാണ് ദൈവം അത് ആഗ്രഹിക്കുന്നത് എന്ന് തെളിയിക്കുന്നതായ ഒരു വാക്യം യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം 5-ാം വാക്യത്തിലുണ്ട്. ഞാൻ വേദഭാഗം വായിക്കുന്നു. ഞാൻ മുന്തിരി വള്ളിയും നിങ്ങൾ കൊമ്പുകളുമാകുന്നു. ഒരുത്തൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നുവെങ്കിൽ അവൻ വളരെ ഫലം കായ്ക്കും. എന്നെ പിരിഞ്ഞ് നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയത്തില്ല. നോക്കൂ, ഒരുത്തൻ എന്നിലും. അതായത് നാം ദൈവത്തിൽ വസിക്കണം. അത് നമ്മളുടെ വിശ്വാസത്തെയും കർത്താവിലുള്ള ആശ്രയത്വത്തെയും കാണിക്കുന്നു. നാം അവനിൽ വസിക്കുക എന്ന് പറയുന്നത്. അടുത്തത്, ഞാൻ അവനിലും വസിക്കുന്നു. അതായത് നമ്മൾ കർത്താവിൽ വസിക്കുമ്പോൾ അതിന് അനുപ്രേരകമായി, അല്ലെങ്കിൽ അതിൻ്റെ ഫലമായി ദൈവം തൻ്റെ ആത്മാവിനെ നമ്മുടെ ഉള്ളിൽ നൽകുന്നു. അതെ, അവൻ്റെ അടുക്കൽ വന്ന് കുടിക്കുന്നവർക്ക് ഈ ആത്മാവിനെ കൊടുക്കുന്നത് പോലെ നമ്മളിലേക്ക് ദൈവം വസിക്കുന്നതായ അനുഭവം നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്നു. അതുകൊണ്ടാണ് നമുക്ക് വായിക്കാൻ കഴിയുന്നത്, നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്നും നിങ്ങൾ അറിയുന്നില്ലയോ? ഇന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നിങ്ങൾ വാസ്തവമായിട്ടും കർത്താവ് യേശുക്രിസ്തുവിന്റെ അടുക്കിലേക്ക് കടന്നു വന്നിട്ട് അവനെ വിശ്വസിച്ചവരായ ആളുകൾ, അവന്റെ സുവിശേഷം കേട്ട് അവനിൽ വിശ്വസിച്ചവരായ ആളുകളിലേക്ക് സംഭവിക്കുന്ന ഒരു കാര്യമാണ്, അവൻ തൻ്റെ ആത്മാവിനെ അവരുടെ പകരുന്നു. അങ്ങനെ ആത്മാവിനെ പകർന്ന് ആ വ്യക്തി ദൈവമക്കളായി തീരുമ്പോൾ അവരിൽ നിന്ന് സ്വാഭാവികമായി ഉണ്ടാകേണ്ട കാര്യമാണ് ഈ ഫലങ്ങൾ എന്ന് പറയുന്നത്. നോക്കൂ, കർത്താവ് യേശുക്രിസ്തു ഇവിടെ വളരെ വ്യക്തമായി പറയുന്നു, അവൻ വളരെ ഫലം കായ്ക്കും. എന്നിട്ട് പറയുന്നു, എന്നെ പിരിഞ്ഞ് നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയത്തില്ല. കർത്താവിനോടുള്ള ബന്ധത്തിൽ നിങ്ങൾക്ക് ജീവിക്കാൻ കഴിയുന്നില്ലെങ്കിൽ നിങ്ങളിൽ ഫലങ്ങൾ ഉണ്ടാകത്തില്ല. ഏതാണ് ഈ ഫലങ്ങൾ എന്ന് പറയുന്നത്? ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് നമ്മൾ ഗലാത്യ ലേഖനത്തിൽ നിന്ന് വായിപ്പാനിടയായി തീർന്നു. ആത്മാവിന്റെ ഫലമോ സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്ത, സൗമ്യത, ഇന്ദ്രിജയം, ഇങ്ങനെ 9 ഫലങ്ങൾ ദൈവത്തിന്റെ ആത്മാവിന്റെ ഫലമായി, അതായത് ദൈവത്തിന്റെ ആത്മാവ് നമ്മളിൽ വസിക്കുന്ന നിമിത്തം നമ്മളിൽ ഉണ്ടാകണം എന്നുള്ളതാണ് ദൈവവചനം നമ്മളോട് വളരെ വ്യക്തമായി പറയുന്നത്. അല്ലാതെ ആത്മാവിന്റെ സ്വയമായുള്ള ഫലങ്ങൾ അല്ല ഇത്. ആത്മാവ് വസിക്കുന്നതിലൂടെ നമ്മളിൽ ഉളവാകുന്നതായ കാര്യമാണ്. നമ്മളിൽ ഇങ്ങനെയുള്ള ഫലങ്ങൾ ഉണ്ടെങ്കിൽ
അതായത് നിങ്ങൾ ദൈവത്തെയും മറ്റുള്ളവരെയും സ്നേഹിക്കുന്നവരാണെങ്കിൽ, നിങ്ങൾ ജീവിതത്തിന്റെ എത്ര ദുർഘടമായ അനുഭവങ്ങളിലും സന്തോഷിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, നിങ്ങൾ ജീവിതത്തിന്റെ ഏറ്റവും ബുദ്ധിമുട്ടേറിയ സാഹചര്യങ്ങളിലും സമാധാനത്തോടുകൂടെ ഇരിക്കുന്നവരാണെങ്കിൽ, മറ്റുള്ളവരോട് എത്ര പ്രതികൂലത്തിന് നടുവിലും നിങ്ങൾക്ക് ദീർഘമായി ക്ഷമിക്കുവാൻ ഉള്ള ആ ഒരു ഫലം ഉള്ളവരാണെങ്കിൽ, അതേപോലെ തന്നെ ദയയും പരോപകാരവും വിശ്വസ്തയും സൗമ്യതയും ഇന്ദ്രിയജയവും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ, അതിനർത്ഥം യു ഹാവ് ഇൻസൈഡ് ദ സ്പിരിറ്റ് ഓഫ് ഗാഡ്. നിങ്ങളുടെ ഉള്ളിൽ ഈ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഉണ്ട് എന്നുള്ളതാണ്. നോക്കൂ, ഇത് എന്താണ് കാണിക്കുന്നത്? ഇത് നിങ്ങളുടെ ജീവിതം എത്രത്തോളം ദൈവത്തിൽ വസിക്കുന്ന ഒരു ജീവിതമാണെന്ന് ലോകത്തെ തെളിയിക്കുന്നതായ ഒരു കാര്യമാണ്. നിർഭാഗ്യവശാൽ പലരിലും ഈ ആത്മാവിന്റെ ഫലം ഇല്ല എന്നുള്ളതുകൊണ്ട് അവർ ക്ലെയിം ചെയ്യുന്നു, എൻ്റെ സ്വഭാവം ഇതാണ്, ഞാൻ മറ്റുള്ളവരുടെ മുമ്പാകെ ഒരിക്കലും കീഴ്പ്പെട്ടു പോകത്തില്ല, എനിക്ക് ആരോടും പ്രത്യേകിച്ച് സ്നേഹം കാണിക്കേണ്ടതായിട്ടില്ല, ഞാൻ വൈരാഗ്യം സൂക്ഷിക്കും, ഞാൻ അവരോട് പ്രതികാരം ചെയ്യും. ഇങ്ങനെയുള്ള ചിന്താഗതികളും ഒരുപക്ഷെ നമ്മൾ പുറത്തു പറഞ്ഞില്ലെങ്കിലും അകത്തെങ്കിലും ഉണ്ടെങ്കിൽ, അതിൻ്റെ അർത്ഥം നിങ്ങളുടെ ഉള്ളിൽ ദൈവത്തിൻ്റെ ആത്മാവില്ല എന്ന് മാത്രമല്ല, നിങ്ങൾ ദൈവമക്കൾ ആകുന്നും ഇല്ല എന്നുള്ളതാണ് വിശുദ്ധ വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഒന്ന് പരിശോധിച്ച്, എൻ്റെ ജീവിതത്തിൽ ഈ ആത്മാവിൻ്റെ ഫലങ്ങളുണ്ടോ? ഞാൻ ഫലങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നുണ്ടോ? അതെ, ദൈവത്തിന് ആത്മാവ് വസിക്കുന്നതിലൂടെ നമ്മൾ ഉണ്ടാകേണ്ട ഫലങ്ങളാണിത്. ഒരിക്കലും ഏതെങ്കിലും സ്വഭാവ രൂപീകരണ ക്ലാസ്സുകളിൽ നിന്നല്ല നമുക്ക് ഈ ഫലം ലഭിക്കുന്നത്, മറിച്ച് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളിൽ വസിക്കുന്നതിലൂടെയാണ് നമുക്ക് ഈ ഫലം ലഭിക്കുന്നത്. അതിനുവേണ്ടിയുള്ള ഒരു സമർപ്പണവും പ്രാർത്ഥനയും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. തീർച്ചയായിട്ടും ഞാൻ വിശ്വസിക്കുന്നു ഈ സന്ദേശങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ വളരെയധികം രൂപാന്തരപ്പെടുത്തുവാൻ കഴിവുള്ള സന്ദേശങ്ങളാണ്. ദൈവം നമ്മളെല്ലാവരും അനുഗ്രഹിക്കട്ടെ. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, നിങ്ങളെ കേൾപ്പിച്ച വളരെ മനോഹരമായ സന്ദേശത്തിനായി സ്തോത്രം. ദൈവമേ, ഞങ്ങൾ ഫലമുള്ളവരായി തീരുവാനും അനേകർക്ക് ഒരു അനുഗ്രഹമുള്ളവരായി തീരുവാനും ദൈവത്തിൻ്റെ ആത്മാവ് ഞങ്ങളിൽ വസിക്കുന്നതിലൂടെ, ആത്മാവിനെ അനുസരിക്കുന്നതിലൂടെ ഞങ്ങൾക്ക് ലഭിക്കുവാൻ തക്കോണം ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിന് നന്ദി. യേശുക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ. കേവലം ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളിൽ വസിക്കുന്നു എന്നുള്ളത് മാത്രമല്ല, നമ്മുടെ ജീവിതത്തിൽ ഫലങ്ങളും ഉണ്ടാകുവാൻ നാം ദൈവത്തിൻ്റെ ആത്മാവിനെ അനുസരിച്ച് ജീവിക്കേണ്ടത് വളരെ ആവശ്യമാണ്. ദൈവത്തിൻ്റെ ആത്മാവ് എന്നിൽ ഉണ്ട് എന്നുള്ളത് കേവലം ഒരു വിശ്വാസമായി കാണാതെ, അതൊരു വിശ്വാസത്തിൻ്റെത് മാത്രമായി കാണാതെ, ജീവിതത്തിൽ അത് അങ്ങനെ തന്നെയാണെന്ന് നമ്മുടെ ജീവിതം കൊണ്ട് നമുക്ക് തന്നെ ബോധ്യപ്പെടുവാനും മറ്റുള്ളവർക്ക് ബോധ്യമാകുവാനും ദൈവം ഇടയാക്കട്ടെ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. കൂടുതൽ പ്രാർത്ഥനയ്ക്കും അതേപോലെ തന്നെ വചനധ്യാനത്തിനും നിങ്ങളുടെ വ്യക്തിപരമായ വിഷയങ്ങൾ, കുടുംബത്തിൻ്റെ വിഷയങ്ങൾക്കുള്ള പ്രാർത്ഥനയ്ക്കും അതേപോലെ തന്നെ ആത്മീയമായ കൂട്ടായ്മയ്ക്കും നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ഞങ്ങളുടെ ഫോൺ നമ്പറുകളിൽ വിളിക്കുക. എല്ലാവരും അനുഗ്രഹിക്കട്ടെ. ഹാവ് എ നൈസ് ഡേ. ഗോഡ് ബ്ലസ് യു ഓൾ.